പേരും പ്രശസ്തിയുമുള്ള നിരവധി കൊമ്പന്മാരെ സമ്മാനിച്ച സഹ്യന്റെ മണ്ണിൽ നിന്നും ആന കേരളത്തിലെത്തപ്പെട്ട പ്രമുഖരായ 12 ആനകളെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരേ സമയം തലപ്പൊക്കത്തിന്റെയും നാടൻ ആനച്ചന്തത്തിന്റെയും സൗന്ദര്യം മനസ്സിലാവഹിച്ച് ഇഷ്ടപ്പെട്ട ഗജവീരന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ ഉയരം കൊണ്ടും അഴകുകൊണ്ടും മലയാളികളുടെ മനം കവർന്ന കേരളത്തിലെ നാടൻ ആനകളിൽ ഏറ്റവും മികച്ച 12 പേരെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പന്ത്രണ്ടാം സ്ഥാനത്ത് കോന്നി സുരേന്ദ്രനാണ്. 2023 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആനകളിൽ ഒരുവനാണ് കേരള വനം വകുപ്പിന്റെ താപ്പാനയായ കോന്നി സുരേന്ദ്രൻ എന്ന കൊമ്പൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ എത്തേണ്ടിയിരുന്ന സുരേന്ദ്രനെ കുങ്കി പരിശീലനത്തിന് അയച്ചത് അവന്റെ തലവര മാറ്റിമറിച്ചെന്ന് തന്നെ പറയാം. കോന്നി ആനക്കൂട്ടിൽ വെറുമൊരു നാണം കുണുങ്ങിച്ചക്കനായിരുന്ന സുരേന്ദ്രൻ കുങ്കി പരിശീലനം കഴിഞ്ഞതോടെ ശരിക്കുമൊരു ഉശിരൻ ആൺകുട്ടിയായി മാറി. ഇന്ന് കാടിറങ്ങി വരുന്ന തെമ്മാടികളായ കാട്ടാനക്കൂട്ടങ്ങൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ചു നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന ഇരട്ടച്ചങ്കനാണ് സുരേന്ദ്രൻ. 2023 സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടാൻ കാരണമായ സംഭവങ്ങളിലൊന്നാണ് സുൽത്താൻ ബത്തേരി വിറപ്പിച്ച PM2 എന്ന മോഴയാനയെ പിടികൂടിയതും പാലക്കാട് ധോണിയെ വിറപ്പിച്ച PT7 എന്ന കാട്ടാനയെ പിടികൂടിയതും പിന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായ അരിക്കൊമ്പനെ പിടികൂടിയതും. പ്രായം കടന്നു പോകുന്തോറും പക്വതയാർന്ന ആര് കണ്ടാലും മോഹിക്കുന്ന ആനച്ചന്തത്തിന്റെ അവസാന വാക്കായി സുരേന്ദ്രൻ മലയാളികൾക്ക് കാവലായി ഏതെങ്കിലും ഒരു വനാതിർത്തിയിലുണ്ടാകും. പതിനൊന്നാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആനയായ ബാലകൃഷ്ണനാണ്. സർവദേശക്കാർക്കും അനുഗ്രഹം ചൊരിഞ്ഞുവാഴും മുല്ലയ്ക്കൽ രാജരാജേശ്വരിയുടെ മാനസപുത്രൻ വീരസഹ്യ പ്രജാപതി മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ ഇന്ന് സമാധാനപ്രിയനാണ്. ആന കേരളത്തിൽ പേരും പ്രശസ്തിയുമുള്ള ഒരുപടി നാട്ടാനച്ചന്തങ്ങളെ സമ്മാനിച്ച കോടനാട് ആനക്കൂട്ടിൽ നിന്നുമാണ് ബാലകൃഷ്ണന്റെയും വരവ്. ലക്ഷണശ്രീമാനായിരുന്ന തിരുവമ്പാടി ശിവസുന്ദരനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിലെ ആനച്ചന്തത്തിന്റെ അവസാന വാക്കായ കതിർവില്ലഴകൻ പാമ്പാടി രാജനെയും പോലെ കോടനാട് ആനകൾക്ക് വേണ്ട ലക്ഷണപ്പൊരുത്തങ്ങളൊന്നും ബാലകൃഷ്ണനിൽ കാണുവാൻ കഴിയില്ല. പകരം സദാസമയവും ഗൗരവം നേടിക്കുന്ന കോന്നി ആനകളുടെ ഗജസൗന്ദര്യമാണ് ബാലകൃഷ്ണനിൽ വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് തൃശൂർ ജില്ലയെ വിറപ്പിച്ച ബാലകൃഷ്ണൻ ഇപ്പോൾ മുല്ലയ്ക്കലമ്മയുടെ ദാസനായി സമാധാനപ്രിയനായി കഴിയുകയാണ്. 10ാം സ്ഥാനം കീഴൂട്ട് വിശ്വനാഥനാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കീഴൂട്ട് വിശ്വനാഥൻ എന്ന കൊമ്പൻ ഈ വർഷം 5ാം സ്ഥാനത്ത് നിന്നും 10ാം സ്ഥാനത്താണുള്ളത്. മന്ത്രികുമാരൻ എന്ന താരത്തിളക്കവുമായി ആനപ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വിശ്വനാഥൻ 2023 അത്രത്തോളം സജീവമല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഉത്സവ പരിപാടിക്കിടയിൽ ആനയുടെ കന്നക്കുഴിയിൽ നിന്നും മതജലമൊഴുകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് മതപ്പാടിലുള്ള ആനയെ ഉത്സവാഘോഷങ്ങൾക്കായി പങ്കെടുപ്പിച്ചത് എന്തിനായിരുന്നെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. എന്നാലും ആര് കണ്ടാലും മോഹിക്കുന്ന ഗജസൗന്ദര്യത്തിനുടമയായ വിശ്വനാഥനെ സീസണിൽ സ്വന്തമാക്കാൻ ആവശ്യക്കാർ ഏറെയാണ്. ഉത്സവ സീസണുകളിൽ സാധാ ദിവസങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലായിരിക്കും വിശ്വനാഥനെ സ്വന്തമാക്കാൻ ആനപ്രേമികൾക്ക് നൽകേണ്ടി വരിക. കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായ പുത്തൻകുളം ആനത്തറവാടിന്റെ ഗജകാരണവർ പുത്തൻകുളം കേശവനാണ് 9ാം സ്ഥാനത്തുള്ളത്. കേരളക്കര കണി കണ്ട സഹ്യപുത്രന്മാരിൽ
അഴകെന്ന മൂന്നക്ഷരത്തിന് അവകാശം പറയുന്ന നിറകുടമായ പുത്തൻകുളം കേശവൻ ശബരിമലക്കാടുകളുടെ സന്തതിയാണ്. കലിയുഗവരദായകനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂങ്കാവനത്തിൽ ജനിച്ചതുകൊണ്ടാകാം വീറും വാശിയും മറ്റേതു കൊമ്പനേക്കാളും ഒരൽപ്പം കൂടുതലാണ് കേശവന്. ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യം വേണ്ടുവോളം കിട്ടിയിട്ടുള്ളവന് സീസണിൽ ആവശ്യക്കാരേറെയാണെങ്കിൽ പോലും പാമ്പാടി രാജനും ഈരാറ്റുപേട്ട അയ്യപ്പനും തൃക്കടവൂർ ശിവരാജും ഉൾപ്പെടുന്ന നാടൻ ആനച്ചന്തങ്ങളെ നെഞ്ചിലിറ്റുന്ന മലയാളികൾ ഇവന് ആന കേരളത്തിൽ അർഹിച്ച സ്ഥാനം നൽകിയിട്ടില്ലെന്ന് വേണം പറയാൻ. എട്ടാം സ്ഥാനത്ത് പട്ടാമ്പി മണികണ്ഠനാണ്. വീറിലും വാശിയിലും മറ്റേതു കൊമ്പന്മാരെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നവരാണ് നിലമ്പൂർ കാടുകളിലെ ആനകൾ. ആനകളിലെ ദൈവമെന്നറിയപ്പെട്ടിരുന്ന ഗുരുവായൂർ കേശവൻ മുതലുള്ള നിലമ്പൂർ കാടുകളിലെ ആനകളുടെ കഥകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഗജസൗന്ദര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പട്ടാമ്പി മണികണ്ഠൻ എന്ന കൊമ്പനും നിലമ്പൂർ കാടുകളുടെ സന്തതിയാണ്. ഇപ്പോൾ പാലക്കാട് ഭാഗത്തെ ഉത്സവപുരപ്പറമ്പുകളിൽ സജീവമാണ് ഈ കൊമ്പൻ. ചോരത്തിളപ്പിൽ കാണിച്ചുകൂട്ടിയ ചട്ടമ്പിത്തരത്തിന് പരിഹാരമെന്നോണം രൗദ്രഭീമന്റെ വേഷമഴിച്ചുവെച്ച് സമാധാനപ്രിയനായി ഒരു ദേശത്തിന്റെ തന്നെ അഭിമാനമാവുകയാണ് ഈ കൊമ്പൻ. ഏഴാം സ്ഥാനം കോന്നി ആനക്കൂട് ആന കേരളത്തിന് സമ്മാനിച്ച ഗജവൈഢൂര്യം വാജിവാഹനപ്രിയൻ മലയാലപ്പുഴ രാജനാണ്. 1976 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ സ്വന്തമായ രാജൻ 2 പതിറ്റാണ്ട് കാലം കർപ്പൂരപ്രിയനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ തിടമ്പേറ്റിയിട്ടുണ്ട്. ഗജലക്ഷണ പെരുമാൾ പാമ്പാടി രാജനുമായി വിദൂര സാമ്യമുള്ള ഈ കൊമ്പൻ തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെയും ഉത്സവപുരപ്പറമ്പുകളിൽ സജീവമാണ്. എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയാൽ ആനയുടെ ആയുസ് കുറയുമെന്നതുകൊണ്ടാകാം ഒരു പോരായ്മയായി ചെവിയുടെ വലിപ്പം ശരീരത്തെ അപേക്ഷിച്ച് ചെറുതാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ വളരെ ഭംഗിയായി നടമടക്കി തൊഴാൻ രാജന് വെല്ലാൻ മറ്റൊരാനയുണ്ടാകില്ല. ആറാം സ്ഥാനത്ത് തിരുനക്കരത്തപ്പന്റെ മാനസപുത്രനായ തിരുനക്കര ശിവനാണ്. നിരവധി ലക്ഷണമുത്ത കൊമ്പന്മാരെ ആന കേരളത്തിന് സമ്മാനിച്ച കോടനാട് ആനക്കൂട്ടിൽ നിന്നുമാണ് ശിവന്റെയും വരവ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ചെവിയുടെ വലിപ്പം കൊണ്ട് ശിവനെ വെല്ലാൻ മറ്റൊരാനയെന്ന് കേരളത്തിലില്ല. സദാസമയവും രൗദ്രത നേടിക്കുന്ന ഈ കോടനാട് ഗജവീരൻ ആന കേരളത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാലം കടന്നു പോകുന്നതിനനുസരിച്ചുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നതൊഴിച്ചാൽ വേറെ കാര്യമായ പ്രശ്നമൊന്നും ശിവനില്ല. അഞ്ചാം സ്ഥാനത്ത് എറണാകുളം ശിവകുമാറാണ്. സൃഷ്ടിച്ച ദൈവത്തിന് പോലും അസൂയ തോന്നിപ്പോകും വിധമായിരുന്നു എറണാകുളം ശിവകുമാർ എന്ന ആനയുടെ ഗജസൗന്ദര്യം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ ഗജസേനയുടെ തലവനാകേണ്ടിയിരുന്ന ശിവകുമാർ ഇന്ന് എറണാകുളത്തപ്പന്റെ പൊന്നോമനയാണ്. 10 അടിക്കടുത്ത് ഉയരവും നാടനാനകൾക്ക് വേണ്ട എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയ ആനയായ ശിവകുമാർ നിലമ്പൂർ കാടുകളുടെ സന്തതിയാണ്. ഒരു പോരായ്മയായി ഉള്ളത് വളരെയധികം കൊമ്പുചാട്ടമുള്ള എറണാകുളം ശിവകുമാറിന്റെ കൊമ്പ് മുറിക്കുന്ന സമയത്തുണ്ടായ അപാകത മൂലം ഒരു കൊമ്പ് നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം പൂരവിളംബരം ചെയ്യാനായി നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുരനട തള്ളിത്തുറക്കാനായി തിരഞ്ഞെടുത്തത് ശിവകുമാറിനെയായിരുന്നു. നാലാം സ്ഥാനത്ത് ഈരാറ്റുപേട്ട അയ്യപ്പനാണ്. അഴകിന്റെ മഴവിൽക്കാവടിയെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ആന കേരളത്തിലെ സൂപ്പർ സ്റ്റാറാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. ആരെയും ആകർഷിക്കുന്ന ആനച്ചന്തത്തിന്റെ മൂർത്തിമത് ഭാവമായ അയ്യപ്പന് പോരായ്മയായുള്ളത് 16 നഖക്കാരനെന്ന അധമ ലക്ഷണമാണ്. പിന്നീടുള്ളത് ഒരു മതപ്പാടിലെപ്പോഴോ നഷ്ടമായ അവന്റെ മുറിഞ്ഞ വാലും. സീസണിൽ അയ്യപ്പനെ സ്വന്തമാക്കാനായി ആവശ്യക്കാരേറെയാണെങ്കിലും
വളരെ കുറച്ച് പരിപാടികൾ മാത്രമാണ് അയ്യപ്പൻ എടുക്കുന്നത്. ആനയെ പരിപാലിക്കുന്നതിൽ കണിശതയുള്ള ഉടമസ്ഥരുടെ മികവ് കൊണ്ടാകാം ഇന്നും അയ്യപ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ്. വർഷങ്ങളായി തിരുവനന്തപുരം സ്വദേശി ബാലാജിയാണ് അയ്യപ്പന്റെ ചുമതല. മൂന്നാം സ്ഥാനം തിരുവാണിക്കാവ് രാജഗോപാൽ. ഒരു കാലത്ത് ആന കേരളത്തിന്റെ ഭാവി ഗജരാജ ചക്രവർത്തിയായി ആനപ്രേമികൾ സ്വപ്നം കണ്ടിരുന്ന കൊമ്പനാണ് തിരുവാണിക്കാവ് രാജഗോപാൽ. എന്നാൽ കാലം കടന്നുപോയപ്പോൾ സർവ്വലക്ഷണങ്ങളും കൊടുത്ത ദൈവം ഒരു കുറവായി അവന്റെ കൊമ്പുകൾക്ക് ഒരു ചായ്വ് കൊടുത്തു. ആനച്ചന്തത്തിന്റെയും ഉയരപ്പെരുമയുടെയും മൂർത്തിമദ്ഭാവമായ ഒല്ലൂക്കര തിരുവാണിക്കാവ് രാജഗോപാൽ നിലമ്പൂർ കാടുകളുടെ സന്തതിയാണ്. സഹ്യപുത്രന്മാർ എന്നറിയപ്പെടുന്ന നാടൻ ആനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആനകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ 5-ൽ ഉറപ്പായും സ്ഥാനമുണ്ടാകും രാജഗോപാലിന്. സീസണിൽ വളരെ കുറച്ച് ഉത്സവ പരിപാടികൾ മാത്രം എടുക്കുന്ന തിരുവാണിക്കാവ് രാജഗോപാലിനെ ദീർഘദൂര ഉത്സവ പരിപാടികൾക്ക് അയക്കാറില്ല. തിടമ്പെടുക്കാനൊരു വമ്പനാന, തൃക്കടവുരപ്പന്റെ കൊമ്പനാന. രണ്ടാം സ്ഥാനത്ത് തൃക്കടവൂർ ശിവരാജുവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയതും ഏറ്റവും കൂടുതൽ പ്രതിദിന ഏക്കത്തുക മേടിക്കുന്നതും തെക്കിന്റെ തിരുവരങ്ങിലെ ഉഗ്രസ്വരൂപൻ മാതംഗമാണിക്യം തൃക്കടവൂർ ശിവരാജുവാണ്. ആനയ്ക്കും പുറത്തിനും പേരുകേട്ട വടക്കൻ നാട്ടിലെ പൂരപ്പറമ്പുകളിൽ പേരും പ്രശസ്തിയുമുള്ള നിരവധി കൊമ്പന്മാരെ പിന്നിലാക്കിക്കൊണ്ട് പേരുകേട്ട പല പൂരങ്ങൾക്കും തിടമ്പാനയായി 8 കരകളുടെയും പേരും പ്രശസ്തിയും എല്ലായിടത്തും എത്തിക്കുന്ന തൃക്കടവൂരപ്പന്റെ പ്രിയപുത്രനാണ് ശിവരാജു. വർഷങ്ങൾ പിന്നിടുമ്പോൾ ആന കേരളത്തിൽ ഏറെ തിളക്കമുള്ള ആനയായി മാറിക്കഴിഞ്ഞു ശിവരാജു. ഇന്ന് ശിവരാജുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപ വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകേണ്ടിയിരിക്കുന്നു. ഒരേ ദിവസം 1-ൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഏക്കത്തുക ലേലത്തിലേക്ക് മാറും. സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയ ശേഷവും ആനയോടുള്ള അടങ്ങാത്ത കമ്പം കൊണ്ട് തിരികെ ശിവരാജുവിന്റെ പാപ്പാനായി ചുമതലയേറ്റ ഗോപാലകൃഷ്ണപിള്ള ഈ വർഷവും ശിവരാജുവിനൊപ്പമുണ്ട്. ഒന്നാം സ്ഥാനത്ത് പാമ്പാടി രാജനാണ്. ആനച്ചന്തത്തിന്റെ പ്രതിരൂപമായിരുന്ന തിരുവമ്പാടി ശിവസുന്ദറിന് ശേഷം ആ സ്ഥാനത്തേക്ക് ആനപ്രേമികൾ നോക്കിക്കാണുന്ന കതിർവില്ലഴകൻ പാമ്പാടി രാജനാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ആന എന്ന വന്യമൃഗത്തെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആനപ്രേമികളുടെയും ഹീറോ പാമ്പാടി രാജനായിരിക്കും. മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന സർവ്വലക്ഷണങ്ങളുടെയും കല്ലിൽ കൊത്തിവെച്ച പ്രതിരൂപമാണ് പാമ്പാടി രാജൻ എന്ന കൊമ്പൻ. കോടനാട് ആനക്കളരിയിൽ നിന്നും ആന കേരളത്തിന്റെ ഹൃദയനായകനായ പാമ്പാടി രാജനെ സ്വന്തമാക്കാൻ കേരളത്തിലെ എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും ശ്രമിക്കാറുണ്ട്. 2.5 ലക്ഷം രൂപ മുതലായിരിക്കും രാജന് പ്രതിദിന വാടകയായി നൽകേണ്ടി വരിക.